ഈ ലോകത്തിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ അംബാനിയോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഇവർ 10 മണിക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കുമെന്ന്? അവർക്ക് വളരെ കുറച്ചുറങ്ങുന്ന ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാരാണ്. കാരണം എന്താ, നമുക്ക് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യാനായിട്ടില്ല. സോ ഒരു കാര്യം ഓർത്തണം, ലൈഫിൽ സക്സസ് ആകണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ടൈമിനെ പ്രോപ്പർലി മാനേജ് ചെയ്യണം. ഒരു സെക്കൻഡ് പോയാൽ ആ സെക്കൻഡിനെ നമുക്ക് ലോകത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സംഗതികളും, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസ ഉണ്ടെങ്കിൽ സമയത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഈ ഒരു വാല്യൂ നമ്മുടെ ടൈമിന് നമ്മൾ കൊടുക്കാറുണ്ടോ? നമുക്ക് ജീവിതത്തിൽ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാമായിരുന്നില്ലേ? ഈവൻ മിനിസ്ട്രിക്കകത്താണെങ്കിൽ പോലും കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നില്ലേ? നമ്മുടെ ലൈഫിൽ സമയത്തെ നമ്മൾ എവിടെയൊക്കെയോ പാഴാക്കിയിട്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഇതിനെ ഒന്ന് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മൈൻഡിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ടേക്ക് എ ഡിസിഷൻ. നിങ്ങൾ ഈ ടൈമിനെ പ്രോപ്പർലി മാനേജ് ചെയ്തില്ലെങ്കിൽ ലൈഫിൽ എങ്ങും എത്തത്തില്ല. നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നാളെ തൊട്ടുള്ള നിങ്ങളുടെ ലൈഫിൻ്റെ ടൈം 24 hours പ്ലാൻഡ് ആയിരിക്കണം. ആ പ്ലാൻഡ് ആയിരിക്കുന്ന സമയത്തിനകത്ത് പ്രയോറിറ്റി ഏതിനു കൊടുക്കണം? പ്രയോറിറ്റി ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി. ഒന്ന്, നോൺ പ്രയോറിറ്റീസ് ഉണ്ട് ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജീവിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പ്രയോറിറ്റീസ് ഉണ്ട്. ഇതിനകത്ത് ഏത് കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം? പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ, പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥന, വചനം വായിക്കുക, നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ എക്സസൈസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രയോറിറ്റി ഇത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിനെ നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല, അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത്. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഷെഡ്യൂളുണ്ട്. സക്സസ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഷെഡ്യൂളുണ്ട്. ഒരു ബിസിനസ്മാൻ ആണോ, സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണോ, ഷെഡ്യൂളുണ്ട്. നിങ്ങൾ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഷെഡ്യൂൾ വേണം. നിങ്ങളുടെ ഷെഡ്യൂൾ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ സക്സസ് ആക്കാൻ പോകും. ഇന്ന് തൊട്ട് നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിച്ചേ, നിങ്ങൾ സക്സസ് നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഡെലിവറൻസ് എന്ന് പറയുന്നത് മെൻ്റൽ ഡെലിവറൻസാണ്. ഇന്നതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിനകത്തൊരു വലിയ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. ഈ മൈൻഡിനകത്ത് ഡെലിവറൻസ് നടന്നാൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ശരീരത്തും നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും ഇമ്പാക്റ്റ് ആവും. ഓക്കെ, നാളെ രാവിലെ എപ്പോൾ എഴുന്നേക്കും? ഒന്ന് ചെയ്തേ. ഓക്കെ, നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ന്യായമായിട്ടൊരു ടൈമാണ്. 6 മണി കൂടുതൽ കൂടി പോകല്ലേ, 5 മണി ഈസ് ഫൈൻ, നല്ലൊരു ടൈമാണ്. എന്നിട്ട് എഴുതിക്കോ, ബാക്കി നിങ്ങളുടെ സൗകര്യമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ബെഡിൽ നിന്ന് എഴുന്നേക്കുക എന്നുള്ള. എഴുന്നേറ്റ് കിടന്നു, അതല്ല. ഞാനൊരു സൈക്കോളജിക്കൽ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നാൽ നിങ്ങളുടെ അടുത്ത 15 മിനിറ്റ് കൂടെ എങ്ങനെ കളിച്ചാലും വേസ്റ്റാണ്. അവിടെ നിന്ന് തിരിഞ്ഞും പറഞ്ഞൊക്കെ നിങ്ങൾ കണ്ണ് തെളിച്ചാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഗെറ്റപ്പ്, ബെഡ് എന്ന് പുറത്ത് വരണം.